നമ്മൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കോൺകേവ് മിററിൽ ആദ്യം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിയോണ്ട് സി ആണ്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും അപ്പുറത്തായിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ വരയാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു കോമ്പസ് കഴിയുന്നത് ഒരു കോമ്പസ് വെച്ച് വരയുന്നതാണ് നല്ലത്. അപ്പോൾ കോമ്പസിൽ സ്കെയിൽ വെച്ച് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഏകദേശം ഒരു 4 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്ററോ നിങ്ങൾ മെഷർ ചെയ്യുക. ഞാനിവിടെ 6 സെൻറ്റിമീറ്ററാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പോയിന്റിൽ ഇത് കുത്തുകയാണ്. കോമ്പസ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കുത്തിയിട്ട് ഒരു പകുതി ഒരു ആർക്ക് വരയുന്നു. ജസ്റ്റ് കോൺകേവ് മിററാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്തു. ഇനി നമ്മൾ എവിടെയാണോ കോമ്പസ് കുത്തിയത് ഈ ഒരു പോയിന്റിനെ നമ്മൾ പി എന്ന് മാർക്ക് ചെയ്യുന്നു. പി, ഇതാണ് പോള്. പി എന്ന് മാർക്ക് ചെയ്യുന്നു. നമ്മൾ എവിടെയാണോ കോമ്പസ് കുത്തിയിരിക്കുന്നത് ആ ഭാഗമാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി. ഇനി ഞാൻ പറഞ്ഞു ഇത് 6 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എടുത്തത്. അപ്പം അതിൻ്റെ നേർപകുതി 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും? എഫ് മാർക്ക് ചെയ്യും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. 6 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ റേഡിയസ് എങ്കിൽ എഫ് 3 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഫ് മാർക്ക് ചെയ്തു. ഇനി ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിയോണ്ട് സി ആണ്. ഇനിയാണ് റേ ഡയഗ്രാം റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഒബ്ജക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിരിക്കുകയാണ്. ഇനി റേ ഡയഗ്രാം വരയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും ടിപ്പിൽ നിന്നാണ് നമ്മൾ റേ ഡയഗ്രാം വരയാൻ തുടങ്ങേണ്ടത്. ഒന്നാമത്തെ റൂള്, ഇതിൽ 4 റൂളായിരുന്നു നമ്മൾ പഠിച്ചത്. പാരലൽ റേ ഫോക്കസിലൂടെ പോകുന്നു, പോളിലേക്ക് വരുന്ന റേ പോളിലൂടെ തന്നെ ലോ ഓഫ് റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പോകുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരിച്ചു പോകുന്നു, പിന്നെ ഫോക്കസിലൂടെ പോകുന്നത് പാരലായിട്ട് തിരിച്ചു പോകുന്നു. ഇതിലേതെങ്കിലും 2 റേ നിങ്ങൾക്ക് വരയാം. അപ്പോൾ ഫസ്റ്റ് റേ നമ്മൾ വരയാണ് പാരലൽ റേ. അപ്പോൾ ഇവിടെ നമ്മൾ പാരലൽ റേ വരച്ചിരിക്കുകയാണ്. ഇൻസിഡൻറ്റ് റേ എന്ന് കാണിക്കാൻ ആരോ നിർബന്ധമായിട്ട് ഇടുക. ഇവിടെയാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ ഒരു പോയിന്റിൽ ഇൻസിഡൻറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഏതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും? ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു റിഫ്ലക്റ്റഡ് റേ വരച്ചു. പാരലൽ റേ ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോയി. ഇനി നമ്മൾ അടുത്ത് വരയുന്നത് ഫോക്കസിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ പാരലായിട്ട് തിരിച്ചു പോകുന്നത് വരയാം. അപ്പോൾ ഫോക്കസിലൂടെ പോകുന്ന ഇൻസിഡൻറ്റ് റേ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇൻസിഡൻറ്റ് റേ വരച്ചു. ഓക്കെ, ഇനി ഈ പോയിൻ്റിൽ നിന്ന് അതെന്തായിട്ട് മാറും? പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്കത് വരയട്ടെ. അപ്പോൾ ഇവിടെ പാരലായിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഈ 2 റിഫ്ലക്റ്റഡ് റേ, ഇപ്പം ഈ ഒന്നാമത്തെ ബ്രൗൺ കളറിൽ വരച്ച റിഫ്ലക്റ്റഡ് റേയും രണ്ടാമത് ഈ ഗ്രീൻ കളറിൽ വരച്ച റിഫ്ലക്റ്റഡ് റേ, ഈ 2 റിഫ്ലക്റ്റഡ് റേയും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഇമേജ് വരയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇമേജ് എപ്പോഴും വരേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ് വരേണ്ടത്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയാണ് പോയിന്റ് ഇവിടെ റേ കൂട്ടിമുട്ടിയത്. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ എന്ത് വരയണം? ഇമേജ് വരയണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ് അല്ലേ? സ്മോൾ സൈസാണ്. നമ്മുടെ ആക്ച്വൽ ഒബ്ജക്റ്റിനേക്കാൾ കുറച്ച് ചെറുതായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്.
ഇനി ഇത് റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ എന്ന് നമുക്ക് നോക്കണം. റിയൽ ഇമേജ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ആക്ച്വൽ റിഫ്ലക്റ്റഡ് റേ തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ, റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഇമേജിനെ നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയും. ഓക്കെ, വെർച്വൽ ഇമേജ് വരുന്ന സമയത്ത് ഞാനത് പറഞ്ഞുതരാം. ഇത് ക്ലിയർ ആയില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം. കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആയിരിക്കുമ്പോൾ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നമ്മൾ രണ്ട് റേ ഇവിടെ യൂസ് ചെയ്തു, പാരലൽ റേയും ഫോക്കസിലൂടെ പോകുന്ന റേയും. ക്ലിയർ? നേരത്തെ പോലെ തന്നെ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു കോൺകേവ് മിറർ ഇവിടെ വരച്ചിരിക്കുകയാണ്. എവിടെയാണോ കോമ്പസ് നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ളത് അവിടെ സി എന്ന് മാർക്ക് ചെയ്യും. അതുപോലെ ഈ സി പി ഇതിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് 6 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എടുത്തെങ്കിൽ 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ എഫ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒബ്ജക്റ്റ് അറ്റ് സി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പാരലായിട്ടുള്ള റേ ആദ്യം കൺസിഡർ ചെയ്യുന്നു. പാരലൽ റേ ഏതിലൂടെ പോകും? ഫോക്കസിലൂടെ പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേ എടുക്കാം. ഒന്നുകിൽ പോളിലേക്ക് പോകുന്ന റേ അതേ ആംഗിളിൽ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഫോക്കസിലൂടെ പോകുന്ന റേ പാരലായിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയുള്ള റേ നമുക്ക് ഇവിടെ വരയാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് വരയാൻ കഴിയില്ല. അപ്പോൾ മറ്റ് 3 റേയിൽ ഏതാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഒബ്ജക്റ്റ് അറ്റ് സിയിൽ വെച്ച സമയത്ത് നമുക്ക് ഇമേജും എവിടെ തന്നെ കിട്ടി? സിയിൽ തന്നെ കിട്ടി. റിയൽ ഇമേജ് ആണ്, കാരണം റിഫ്ലക്റ്റഡ് റേ ജോയിൻ ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്തത്. ദെർഫോർ റിയൽ ഇമേജ് സെയിം സൈസാണ്, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ് ഇതിനും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ എഴുതണം. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി, റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, ഇമേജ് ഇൻവേർട്ടഡ് ആണ്, പിന്നെ സെയിം സൈസ്ഡാണ്. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് കണ്ടുപിടിക്കുക. അതേപോലെ ഒബ്ജക്റ്റ് ഈസ് അറ്റ് എഫും കണ്ടുപിടിക്കുക. ഇനി നമുക്ക് കാണേണ്ടത് ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ്. അത് ടീച്ചർ പറഞ്ഞുതരാം. അപ്പം നമ്മളിവിടെ അഗെയിൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റേ ഡയഗ്രാം റൂൾസ് വെച്ചിട്ട് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യാമെന്ന് നോക്കണം. അപ്പോൾ അഗെയിൻ പാരലൽ റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അത് ഏതിലൂടെ പാസ് ചെയ്ത് പോകും? ഫോക്കസിലൂടെ പാസ് ചെയ്ത് പോകും. വേറെ ഏതെങ്കിലും റേ കൺസിഡർ ചെയ്യാം. ഫോക്കസിലൂടെ പോകുന്ന റേ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേ അതേ ലൈനിലൂടെ തന്നെ തിരിച്ചു പോകും. വരച്ച് നോക്കാം. ഇവിടെ ഞാൻ ഒരു റേ വരച്ചു, പാരലൽ റേ ഫോക്കസിലൂടെ പോയി. ഇനി അടുത്ത റേ വരയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സെൻറ്റർ ഓഫ് കർവേച്ചറും ഫോക്കസും ഒക്കെ ഒബ്ജക്റ്റിൻ്റെ ഇപ്പുറത്താണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ വരയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സപ്പോസ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയുള്ള റേ ആണ് നമ്മൾ വരയെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ സ്കെയിൽ വെക്കുക. അതേപോലെ ഒബ്ജക്റ്റിൻ്റെ ടിപ്പിലേക്ക് സ്കെയിൽ വെക്കുക. ഈ രീതിയിൽ നമ്മൾ സ്കെയിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റിൻ്റെ ടിപ്പിൽ നിന്നാണ് ലൈറ്റ് പാസ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? അതിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. നമുക്ക് വരഞ്ഞു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചു, ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ. ഇനി ഈ ഒരു റിഫ്ലക്റ്റഡ് റേ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ഇതൊരു റിഫ്ലക്റ്റഡ് റേ, ഇതൊരു റിഫ്ലക്റ്റഡ്. ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേയും ഇവിടെ എവിടെയും എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ബാക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എവിടെ നിന്നോ അത് ജോയിൻ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിനെ പിറകിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ രണ്ട് ലൈനും പിറകിൽ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെച്ച സമയത്ത് നമുക്ക് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്?
ബിഹൈൻഡ് ദി മിററാണ്, മിററിൻ്റെ അകത്താണ് കിട്ടുന്നത് അല്ലേ. പിന്നെ ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ഇറക്റ്റ് ഇമേജാണ്, കുത്തനെ തന്നെയാണ് ഇമേജ്. പിന്നെ ഒബ്ജക്റ്റിനേക്കാൾ മാഗ്നിഫൈഡ് ഇമേജാണ്, വലിയ ഇമേജാണ്. പിന്നെയോ ഞാൻ ഇത് ഡോട്ടഡ് ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് റിയൽ ഇമേജ് ആണോ വെർച്വൽ ഇമേജ് ആണോ? റിഫ്ലക്റ്റഡ് റേ, ആക്ച്വൽ റിഫ്ലക്റ്റഡ് റേ ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്, എവിടെയും ജോയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പോഴാണ് നമുക്കിത് ജോയിൻ ചെയ്തത് ഈ പോയിന്റിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ ജോയിൻ ചെയ്ത് കിട്ടിയപ്പോൾ നമ്മൾ ആ ഇമേജിനെ വെർച്വൽ ഇമേജ് എന്ന് പറയും, വെർച്വൽ ഇമേജാണ്. അപ്പോൾ ഇതിൻ്റെ ഇമേജിൻ്റെ നേച്ചർ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആകുന്ന സമയത്ത് ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ, പിന്നെ വെർച്വൽ ഇമേജ്, ഇറക്റ്റ് ഇമേജ്, മാഗ്നിഫൈഡ് ഇമേജ്, ആ ക്യാരക്ടർ കൂടി എഴുതാം. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്കിത് വരച്ചു നോക്കാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് മിറർ. ഇവിടെ നമ്മളൊരു കോൺവെക്സ് മിറർ ഇമാജിൻ ചെയ്തു. നേരത്തെ പോലെ തന്നെ ഞാൻ 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ സെൻറ്റർ സി മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് കർവേച്ചർ. അതേപോലെ ഫോക്കസ് 6 സെൻറ്റിമീറ്ററിൻ്റെ നേർപകുതി 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? എഫ് എന്ന് മാർക്ക് ചെയ്തു. ഈ കോൺവെക്സ് മിറർ ആയതുകൊണ്ട് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെയാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്നൊന്നും പറയാനില്ല, ഒരു പൊസിഷൻ, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, മിററിൻ്റെ മുന്നിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് റേ ഡയഗ്രാം വരച്ച് നോക്കുക. ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എന്ത് ചെയ്യും? പാരലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ ഫോക്കസിലൂടെ തിരിച്ചു പോകും. അതേപോലെ വേണമെങ്കിൽ ഫോക്കസിലൂടെ പോകുന്ന റേ എന്ത് ചെയ്യും? പാരലായിട്ട് തിരിച്ചു വരും. അതെങ്ങനെയാണ് വരയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഇൻസിഡൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇത് പാരലൽ റേ ആണ്. പാരലൽ റേ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിലൂടെ അത് തിരിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മളത് വരയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോക്കസിൽ നിങ്ങൾ സ്കെയിൽ വെക്കുക. അതേപോലെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിലും സ്കെയിൽ വെക്കുക, ഫോക്കസിലും പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിലും. നമുക്കൊരിക്കലും മിററിൻ്റെ അകത്തേക്കുള്ള ലൈറ്റ് സോളിഡ് ലൈനിൽ നമ്മുടെ റേ വരയില്ല, ഡോട്ടഡ് ലൈനിലേ വരയൂ. ഈ പോയിന്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് ഇത് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് വരഞ്ഞു നോക്കാം. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പിറകിലോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അത് എവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് പോലെ ഫോക്കസിലൂടെ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഡോട്ടഡ് ലൈൻ. ക്ലിയർ ആയല്ലോ? നമ്മളിവിടെ റിഫ്ലക്റ്റഡ് റേക്ക് ആരോ ഇടണം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോക്കസിലൂടെ പോകുന്ന റേ. അപ്പോൾ നമ്മൾ സ്കെയില് ഫോക്കസിലും അതേപോലെ ഈ ഒബ്ജക്റ്റിൻ്റെ ടിപ്പിലും ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മിറർ വരെ ആ റേ ഇൻസിഡൻറ്റ് ചെയ്തു. ഇനി അത് ശരിക്കും ആക്ച്വലി നമ്മൾ ഡോട്ടഡ് ലൈൻ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏതിലൂടെ പോകേണ്ടതാണ്? ഫോക്കസിലൂടെ പോകേണ്ടതാണ്. ഈ ഇൻസിഡൻറ്റ് റേ ഫോക്കസിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? പാരലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളതിനെ പാരലായിട്ട് വരിക. ഇവിടെയും അതുപോലെ തന്നെ എവിടെയും നമുക്ക് ഇമേജ് ഫോം ചെയ്ത് കിട്ടിയില്ല. അതായത് ഇതാണ് നമ്മുടെ ഒരു റിഫ്ലക്റ്റഡ് റേ, അതുപോലെ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, അപ്പോൾ ഈ 2 റിഫ്ലക്റ്റഡ് റേയും നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലാണ് അവിടെ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാരലൽ റേ പിറകിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പിറകിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇമേജ് ഇവിടെയായിരിക്കും ഫോം ചെയ്യുക. ഇമേജ് മിററിനകത്ത് ഫോം ചെയ്തു. എങ്ങനെയാണ്? ഇത് ഒബ്ജക്റ്റാണ്, ഇത് ഇമേജാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ നേച്ചർ എങ്ങനെയാണ്? വെർച്വൽ ഇമേജാണ്. കാരണം ആക്ച്വൽ റിഫ്ലക്റ്റഡ് റേ കൂട്ടിമുട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഡോട്ടഡ് ലൈനാണ് ജോയിൻ ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു വെർച്വൽ ഇമേജാണ്. ഇറക്റ്റാണ്, കുത്തനെ തന്നെയാണ്. പിന്നെയോ ഡിമിനിഷ്ഡ് ഇൻ സൈസാണ് അല്ലേ. ഇതിനേക്കാൾ ചെറിയ സൈസിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. സ്മോൾ സൈസ്ഡ് ഇമേജാണ് കിട്ടുന്നത്.
അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ റേ ഡയഗ്രം നമുക്ക് ഒറ്റൊന്നേ വരയാനുള്ളൂ. ഞാൻ ഈ 2 റേ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയുള്ള റേ യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് വരയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സിൽ പഠിക്കേണ്ടത്. കോൺകേവ് മിററിനെ നമ്മൾ കുറേ ഇമേജ് പഠിച്ചു. അതായത് പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷനും മാറി മാറി വരുന്നു, അതിൻ്റെ ക്യാരക്ടറും മാറി മാറി വരുന്നു അല്ലേ. കോൺവെക്സ് മിററിൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് വെർച്വൽ ഇമേജ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.